തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനെ പിടികൂടി ചികിത്സിക്കുന്നതിനായി വനം വകുപ്പിന്റെ ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറി അടക്കം 20 പേർ സ്ഥലത്തെത്തിയിട്ടുണ്ടല്ലോ. ആനയെ നിരീക്ഷിച്ച ശേഷം ആയിരിക്കും കുങ്കിയാനയെ എത്തിക്കുക എന്നാണ് പറയുന്നത്. ഈ ദൗത്യം ദുഷ്കരമാണ്. ഇപ്പോൾ ആന മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിൽ പതിയുന്ന അത്രയും അകലത്തിലുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആന വെള്ളത്തിനടുത്തു നിന്നും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയ ശേഷം മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയൂ എന്ന് നേരത്തെ തന്നെ അരുൺ സഖറിയ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. ഗോകുൽ വി വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, നമുക്ക് മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിലൂടെ കാണാവുന്ന അത്ര അടുത്ത് ആനയുണ്ട്, ദൃശ്യമാകുന്ന സ്ഥലത്ത് ആനയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർമാരുടെ സംഘം, വനം വകുപ്പിന്റെ സംഘം എന്താണ് പറയുന്നത്? അതായത് ആന ഇപ്പോൾ ഈ പ്ലാന്റേഷൻ ഭാഗത്ത് നിന്ന് പുഴ മുറിച്ച് കടന്ന് 3-ാം ബ്ലോക്ക് എന്ന് പറയുന്ന കാലടി പ്ലാന്റേഷൻ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ഈ പുഴ മുറിച്ച് കടന്ന് അപ്പുറം കടന്നു ആന. ഈ ഭാഗത്തായിരുന്നു ആന ഇത്രയും നേരം ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് ഈ പുഴ മുറിച്ച് കടന്ന് അടുത്ത ഭാഗത്തേക്ക് പോയത്. സുരക്ഷിതമായൊരു സ്ഥലത്തെത്തിയതിന് ശേഷം മാത്രമേ മയക്കുവെടി വയ്ക്കൂ എന്നുള്ളതാണ് അരുൺ സഖറി അടക്കമുള്ളവർ വ്യക്തമാക്കിയത്. അതിനു മുൻപ് തന്നെ ആനയെ നിരീക്ഷിക്കും. ആനയുടെ ആരോഗ്യം കൂടി പരിഗണിച്ചായിരിക്കും മയക്കുവെടി വയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഒരുപക്ഷെ കുങ്കിയാനകളുടെ ആവശ്യമില്ലാതെ തന്നെ ദൗത്യം നിറവേറ്റാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്ലാന്റേഷനിൽ നിന്ന് അല്പസമയം മുൻപാണ് അങ്ങോട്ട് പോയത്. അരുൺ സഖറിയെയും അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ സംഘം മറ്റൊരു വഴിയിലൂടെ കാലടി പ്ലാന്റേഷൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഭാഗത്ത് വെച്ച് ആയിരിക്കും ആനയെ നിരീക്ഷിക്കുകയും മറ്റ് നടപടികൾ ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുകയും ചെയ്യുക. ഏതായാലും ആ ഭാഗത്തേക്ക് അവരുടെ നിരീക്ഷണ സംഘം അവർ സഞ്ചരിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ഭാഗത്ത് വെച്ച് ആനയെ കണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഈ വരുന്ന വഴിയിൽ പ്ലാന്റേഷൻ്റെ ഭാഗത്ത് ഇറങ്ങി ആനയെ കാണുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത്. ആന ഇപ്പോൾ ഈ പുഴ മുറിച്ച് കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ പുഴയുടെ അക്കരയിൽ, കാലടി പ്ലാന്റേഷൻ്റെ അക്കരയിലായിരിക്കും, മറുകരയിലായിരിക്കും ദൗത്യം ഉണ്ടാവുക എന്നുള്ള, അല്ലെങ്കിൽ ആ തരത്തിൽ നിരീക്ഷിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു റിസ്ക് പിടിച്ച ഒരു ദൗത്യം തന്നെയാണ് എന്നുള്ളതാണ് അരുൺ സഖറി അടക്കമുള്ളവർ വ്യക്തമാക്കിയത്. കാരണം ഒരുപക്ഷെ കുങ്കിയുടെ സഹായമില്ലാതെ ആയിരിക്കും ഈ ദൗത്യം നിറവേറ്റുക. സ്റ്റാൻഡിംഗ് പൊസിഷനിൽ സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകി നിർത്തിക്കൊണ്ട് തന്നെ കുങ്കികളുടെ സഹായമില്ലാതെ ഒരുപക്ഷെ ചികിത്സിക്കാൻ കഴിയും. അതല്ല മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ കുങ്കികളുടെ സഹായം ആവശ്യമായി വരും. അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ നിന്ന് കുങ്കികളെ എത്തിക്കും. ഏതായാലും അത് ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അതറിയാൻ കഴിയും. അരുൺ സഖറി ആനയെ നിരീക്ഷിച്ചതിന് ശേഷം അതനുസരിച്ച് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ അദ്ദേഹം വ്യക്തമാക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വയനാട്ടിൽ നിന്നാണോ? തീർച്ചയായും. അതായത് ഇപ്പോൾ നിലവിൽ ഉത്തരവായി നിൽക്കുന്നത് വയനാട്ടിലുള്ള 2 കുങ്കിയാനകളെയാണ്. സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ വിക്രമിനെയാണ് ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഉത്തരവ് ഉള്ളത്. അതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് ഉത്തരവ് ആയിട്ടില്ല. അതൊരു പക്ഷേ ആവശ്യമെങ്കിൽ അതും ഇറക്കിയതിന് ശേഷം ആനകളെ ഇങ്ങോട്ട് എത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കുങ്കികൾ ഇവിടെ എത്തും. നാളെ ഈ ദൗത്യത്തിൻ്റെ അതായത് ആ കുങ്കിയാനകൾ വേണമെങ്കിൽ ആ രീതിയിൽ ദൗത്യം നടത്തും. അതല്ല ആവശ്യമില്ലെങ്കിൽ ഇന്ന് തന്നെ ഒരുപക്ഷെ ദൗത്യം ഉണ്ടാകും. ആനയ്ക്ക് മരുന്ന് നൽകും. വൺ ടൈം ട്രീറ്റ്മെൻറ്റ് മാത്രം ആവശ്യമുള്ളൂ എന്നുള്ളതാണ് അരുൺ സഖറി വ്യക്തമാക്കിയത്. അതായത് ഒരു ഒറ്റത്തവണ ചികിത്സ നൽകിയാൽ മതി. അതോടുകൂടി ഒരുപക്ഷെ ഭേദമാകും എന്നുള്ളതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ആന കുറച്ച് വീക്കാണ്, ആനയുടെ ശരീരം കുറച്ച് വീക്കാണ്. ആരോഗ്യനിലയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. അത് ഓക്കെ ആണെങ്കിൽ, ആരോഗ്യനില പരിഗണിച്ച് മാത്രമേ മയക്കുവെടി വെച്ച് അത്തരത്തിലുള്ള ചികിത്സ നൽകാൻ കഴിയൂ. അത് പരിഗണിച്ച് വേണം ഈ ഇത്തരത്തിലുള്ള ചികിത്സ നൽകാൻ. അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ സാമീപ്യമില്ലാത്ത സ്ഥലത്ത് വേണം. ടെറൈൻ, ഇപ്പോൾ നമ്മളിൽ നിൽക്കുന്ന പ്രദേശമൊക്കെ ഒരു ചെങ്കുത്തായ പ്രദേശമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ടെറൈൻ ആവരുത്, പരന്ന ഒരു സമതലം കിട്ടണം. അങ്ങനെ നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ആ ദൗത്യത്തിലേക്ക് നീങ്ങുക. അതിൽ ഏറ്റവും പ്രധാനം ഈ മയക്കുവെടി വയ്ക്കാൻ തക്ക ആരോഗ്യം ആനയ്ക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ളൊരു ദൗത്യത്തിലേക്ക് കടക്കൂ. അല്ലാത്ത പക്ഷം അത് ആനയ്ക്ക് കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും. ഇതൊരു പക്ഷേ കൊമ്പ് കോർത്ത് ഉണ്ടായ ഒരു അപകടമാണ് എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. അതേസമയം തന്നെ ഈ ആന പറമ്പിക്കുളം മേഖലയിലുള്ള ഒരു ആനയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തതിനെ തുടർന്ന് ഇങ്ങോട്ട് എത്തിയതാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പുള്ളത്. ഏതായാലും അതിനെ ചികിത്സിച്ച് അതിൻ്റെ ഏതെങ്കിലും ഈ മുറിവിൽ വല്ല മെറ്റൽ പാർട്ടുകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് നീക്കുക, അല്ലെങ്കിൽ കൊമ്പിൻ്റെ ഏതെങ്കിലും അംശങ്ങളുണ്ടെങ്കിൽ അത് നീക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും. ഉള്ളിലേക്ക് പോയാൽ, നിബിഡ വന മേഖലയിലേക്ക് ആന കടന്നാൽ പിന്നീട് ചികിത്സിക്കുക എളുപ്പമാകുമോ? അത് ഒരുപക്ഷെ എനിക്ക് ഈ ഘട്ടത്തിൽ അത് പറയാൻ കഴിയില്ല. കാരണം സ്വാഭാവികമായും ഏത് ടെറൈനാണ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തെ ടെറൈൻ ഒരുപക്ഷെ അനുയോജ്യമായൊരു പ്രദേശമായിരിക്കില്ല. ഇത് പ്രദേശമാണ്. ഇതൊരു പ്ലാന്റേഷൻ്റെ ഭാഗമാണ്. അപ്പുറത്തെ മേഖല
മൂന്നാം ബ്ലോക്കിൽ പോയാലും ഈ പ്ലാന്റേഷന്റെ മേഖലയിൽ മുഴുവൻ ചെങ്കുത്തായിട്ടുള്ള പ്രദേശമാണ്. അവിടെ ഇതൊരു പക്ഷേ കഴിയുമോ എന്നുള്ളത് സ്വാഭാവികമായും ഈ ഡോക്ടർ തന്നെ ആ സ്ഥലം നിരീക്ഷിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. നമുക്കത് ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും വനത്തിൻ്റെ ഉൾപ്രദേശങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് പരിചിതമുള്ള സ്ഥലങ്ങളോ അല്ല. അത് അദ്ദേഹം തന്നെ കണ്ട് ഒരുപക്ഷെ അദ്ദേഹമായിരിക്കും അതിൽ കുറച്ചുകൂടി ആധികാരികമായി അദ്ദേഹത്തിന് അത് പറയാൻ കഴിയും. നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ അത് അനുയോജ്യമായ സ്ഥലം ഏതാണെന്നുള്ളത് നമുക്കൊരു പക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ല. ഏതായാലും അത് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിയതിന് ശേഷം പറയാമെന്നുള്ളതാണ് അരുൺ സക്രി വ്യക്തമാക്കിയത്. കാരണം അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ അത് പറയാൻ കഴിയില്ല. നമ്മൾ ആ കാര്യം ചോദിച്ചിരുന്നു, ഏത് ടെറൈനായിരിക്കും എളുപ്പം എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് നോക്കണം, എങ്കിൽ മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ ഏതായാലും ഇന്നുണ്ടാകും. ശരി ഗോകുൽ, ഏതായാലും ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വനം വകുപ്പിന്റെ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം. ആന ഇപ്പോൾ ഉള്ള സ്ഥലത്ത് സുരക്ഷിതമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ചികിത്സ സാധ്യമാകൂ. ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു പദ്ധതിയിലേക്ക് എത്തുന്നതേയുള്ളൂ.